അച്ഛാ, അമ്മയോട് മത്സരിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അമ്മയെ തോൽപ്പിക്കാനാണോ അച്ഛൻ്റെ ഉദ്ദേശം? നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ബിസിനസ് ഈസ് ബിസിനസ്. വേറൊന്നും അതിനകത്ത് കൂട്ടിക്കുഴക്കണ്ടേ. കൊള്ളുവാ. ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഇത് മാത്രമല്ല ഒരുപാട് പദ്ധതികൾ പ്ലാനിങ്ങിലുണ്ടെന്നാണ് കേട്ടത്. മിനിസ്റ്ററുടെ പി ആയിട്ട് സംസാരിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയിരുന്നു. ഈ ടെൻഡറിൽ സിത്താര ശ്രീനിവാസും കൂടി പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുത്ത ടെൻഡറുകളിലൊന്നും സിത്താര ശ്രീനിവാസ് തോറ്റിട്ടില്ല. മാം, വരൂ സിനിമ. ഗുഡ് മോർണിംഗ് രാകേഷ്. ഗുഡ് മോർണിംഗ് മാഡം. എന്താ ഇവിടുത്തെ ഒരു പ്രസന്റ് കണ്ടീഷൻ? മാഡം, അതിന് ടെൻഡർ വിളിക്കാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ. മാത്രമല്ല മാഡത്തിന്റെ ടെൻഡർ മറികടക്കാൻ ശേഷിയുള്ളവർ വളരെ കുറവാ. ചില ആളുകളുമായി മാഡം നേരിട്ട് സംസാരിച്ചിരുന്നല്ലോ. അവർ ടെൻഡറിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അവർ ഞാൻ പറഞ്ഞാൽ കേൾക്കും. അപ്പോ ഈ ലേല എനിക്ക് ഉറപ്പിക്കാം അല്ലേ രാകേഷ്? ഉറപ്പിക്കാൻ പറ്റില്ല മാഡം. മറ്റൊരു ടെൻഡർ കൂടിയുണ്ട്. ഹൂസ് ദാറ്റ്? നോ ഐഡിയ മാഡം. അയാളുടെ ഐഡന്റിറ്റി എന്താണെന്നോ അയാൾ കോട്ട് ചെയ്തിരിക്കുന്ന തുക എത്രയാണെന്നോ ഒരു ഐഡിയ ഇല്ല. എന്താ രാകേഷ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അല്ലേ? നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയല്ലേ ടെൻഡർ സെക്ഷനിൽ ഇരിക്കുന്നത്? എന്നിട്ട് ഇതുവരെ അത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ? ഐ എം സോറി മാഡം. ഈ ടെൻഡറിന്റെ വരവ് അങ്ങ് ഉയരത്തിൽ നിന്നാ. എക്സാക്ട്ലി ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച്. ചീഫ് സെക്രട്ടറിയുടെ ശുപാർശയോടെ ഒരാൾ ടെൻഡറിൽ പങ്കെടുക്കുന്നു. ദാറ്റ് മീൻസ് അയാൾ അല്പം മിടുക്കനായിരിക്കണമല്ലോ. രാകേഷ്, ഐ വോണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ഹിം. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഡം. അയാളുടെ ഫോട്ടോ ഞാൻ ആപ്ലിക്കേഷനിൽ കണ്ടു. ആൻഡ് മാഡം, അതാണ് അയാള്. അച്ഛാ, അച്ഛാ, ദേ സിത്താര മാഡം. ശരി ശരി അമ്മ. വാ.
മാഡം സിതാര ശ്രീനിവാസിനെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുമായിരിക്കും അല്ലേ മിസ്റ്റർ ശ്രീനിവാസ്? എന്നെയും എൻ്റെ മകളെയും ഇല്ലാതാക്കുമെന്ന് പറയുന്ന ഒരുത്തിയെ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കാനല്ല, നേരിട്ട് എതിർക്കാൻ തന്നെയാ തീരുമാനം. ഇത്രയും കാലം ജയിലിൽ കിടന്ന ഒരാൾക്ക് സിതാര ശ്രീനിവാസിനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം അറിയുന്നവര് ബിസിനസ് ലോകത്തുണ്ട്. ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അവരോടൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു. അവര് പറഞ്ഞു തരുമായിരുന്നല്ലോ സിതാര ശ്രീനിവാസിന്റെ ഇതുവരെയുള്ള എതിരാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന്. കഥകളിലെ വീരനായികമാരെ എനിക്കിഷ്ടമാണ്. പക്ഷെ സിതാര ശ്രീനിവാസനെ കുറിച്ച് ഞാൻ കേട്ട കഥകൾക്ക് അങ്ങനൊരു വീരനായിക പരിവേഷം ഇല്ല. ഭർത്താവിനെ ചതിച്ചതും മറ്റൊരാളെ സ്വീകരിച്ചതുമാണ് മികവെങ്കിൽ അതിന്റെ മുന്നിൽ ശ്രീനിവാസ് തല കുനിച്ച് തരില്ല. എങ്കിൽ കാണാം. എന്നെ തോൽപ്പിച്ച് ഈ ടെൻഡർ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കാണിക്കേ. ടെൻഡർ ഹാളിൽ എത്തുമ്പോ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടും സിതാര ശ്രീനിവാസിന്റെ പവർ എന്താന്ന്. നിന്നോട് എനിക്കൊരല്പം സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇയാളോടൊപ്പം സഞ്ചാരം തുടങ്ങിയ അന്നു മുതൽ അത് നഷ്ടമായി തുടങ്ങി. സിനി, കമോൺ. അച്ഛാ, അമ്മയോട് മത്സരിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അമ്മയെ തോൽപ്പിക്കാനാണോ അച്ഛന്റെ ഉദ്ദേശം? നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ബിസിനസ് ഈസ് ബിസിനസ്. വേറൊന്നും അതിനകത്ത് കൂട്ടിക്കുഴയ്ക്കണ്ട. കൊള്ളുവാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. വാ മോളെ. ഇവിടെ ഇരിക്കേ.